കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ, വിണ്ണിൽ നിന്നിഹ വന്നു പിറന്ന ഉന്നതനേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങി. കർത്താവായ യേശുക്രിസ്തു സ്വർഗരാജ്യത്തെ വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് ഉപമിക്കുന്നു. ഈ ഉപമയിലെ മനുഷ്യൻ സ്വയം കർത്താവായ യേശുക്രിസ്തുവാണ്. മറഞ്ഞിരിക്കുന്ന നിധി ഈ ലോകത്തിലെ യഹൂദന്മാരാണ്. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തിനായി അവൻ ലജ്ജയെ ഗവനിക്കാതെ ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്തോഷമാണ്. അവനവന് വളരെ വിലപ്പെട്ടവനാണ്. കർത്താവായ യേശുക്രിസ്തുവിന് വിലപ്പെട്ടവനാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ക്രൂശിൽ യാഗമായി തീർന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം കൃപ നൽകട്ടെ.